ശ്രീരാമൻ്റെ ദിനചര്യയെപ്പറ്റിയാണ് വിവരണം. രാവിലെ ഉണർന്നെഴുന്നേറ്റ് കുളിയും ജപവും കഴിഞ്ഞിട്ട് ഭക്തിപൂർവം സന്ധ്യാവന്ദനം ചെയ്യുന്നു. അതിനുശേഷം മാതാപിതാക്കളുടെ പാദപങ്കജങ്ങൾ വന്ദിക്കുന്നു. രാജനീതിയും നീതിശാസ്ത്രവുമാണ് ദണ്ഡനീതി. അതിൻ്റെ ലക്ഷ്യം ധർമ്മപാലനവും രാജകുമാരൻ്റെ മാതൃകാപരമായ ജീവിത രീതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ക്രിയാവിചിത്രമായ ജീവിതം ആവിഷ്കരിക്കുന്നതോടൊപ്പം അത് മഹാമായാ വൈഭവമാണെന്നുകൂടി കവി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാമിത്രൻ രാജധാനിയിലെത്തുന്നു. രാജാവ് മഹർഷിയെ യഥാവിധി സ്വീകരിക്കുന്നു. നിത്യവും ശുഷ്കായ കുളിച്ചുതു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്ങൾ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു. നിർമ്മല ബ്രഹ്മാനന്ദ ലീനചേതസ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മയ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി. ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വണിടിനാൻ. ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥം ഏതുമേ ചെയ്യുന്നനല്ലില്ലല്ലോ വികാരവും. ചിന്തിക്കിൽ പരിണാമം ഇല്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രൻ അഗിയാമുനികുല മുഖ്യനും അയോധ്യയ്ക്കാമാറെഴുന്നള്ളിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടു കൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ. കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാ വിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജന്മവുമിന്നു
വന്നിതു സബലമായി. നിന്തിരുവടിയെഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായിതു ഞാനിഹ തപോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടിയരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ കുലപതേ.